Dear students, ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് ടു MSME അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് ടു ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ഓർ ഓൺടർപ്രണേഴ്സ്. അപ്പോൾ ആ രീതിയിൽ വരുന്ന ഒരു ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ KVIC എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ്. സോ എന്താണ് KVIC? സോ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ അതാണ് അതിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. So KVIC is a statutory organization which was established as per an act in the parliament. 1957 അത് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ ആക്ട് പാസ്സാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച ഒരു കമ്മീഷനാണ് KVIC എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എൻഗേജ്ഡ് ഇൻ പ്രൊമോട്ടിങ് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ്. ഖാദി അതുപോലെ തന്നെ വില്ലേജ് ഇൻഡസ്ട്രി. സോ ഖാദി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഹാൻഡ്ലൂം രീതിയിൽ പ്രവർത്തിക്കുന്ന ഇൻഡസ്ട്രീസാണ്. വില്ലേജ് ഇൻഡസ്ട്രീസ് റൂറലായിട്ടോ കോട്ടേജ് ആയിട്ടോ ആർട്ടിസാൻസ് ഒക്കെ രൂപീകരിക്കുന്ന ഇൻഡസ്ട്രീസിനെ വില്ലേജ് ഇൻഡസ്ട്രീസ് ആണ്. അപ്പോൾ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസിൻ്റെ പ്രൊമോഷന് വേണ്ടി ഡെവലപ്മെൻറ്റിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് KVIC. അതുപോലെ തന്നെ അങ്ങനെയുള്ള റൂറൽ പ്രദേശങ്ങളിൽ വില്ലേജ് ഏരിയയിൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കുക, ക്ലിയർ, അതും ഇതിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് പറയാം. സോ ഇറ്റ് ടുക്സ് ഓവർ ദ പ്രീഡിസസർ ഓൾ ഇന്ത്യ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് ഇൻ 1953. നേരത്തെ ഉണ്ടായിരുന്ന ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ്, ഓൾ ഇന്ത്യ ബേസിസിൽ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് ഉണ്ടായിരുന്നു. സംസ്ഥാന തലങ്ങളിൽ സ്റ്റേറ്റ് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് ഉണ്ട്. അങ്ങനെയുള്ള സ്റ്റേറ്റ് ബോർഡും നാഷണൽ ബോർഡും രണ്ടും കൂടെ ചേർന്നിട്ടായിരുന്നു നേരത്തെ ഈ ഇത്തരത്തിലുള്ള റൂറൽ ഇൻഡസ്ട്രീസ്, വില്ലേജ് ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ ഖാദി ഇൻഡസ്ട്രീസ് ഒക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. പക്ഷേ ഈ ബോർഡിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ നേച്ചർ അനുസരിച്ച് അതിന് ചെറിയ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ക്ലിയർ അത് മാറ്റിക്കൊണ്ട് ഒരു പുതിയ ഒരു ആക്ട് പാസ് ചെയ്ത് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ എന്നുള്ളൊരു സ്റ്റാറ്റ്യൂട്ടറി പവറോടുകൂടി ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ രൂപീകരിക്കേണ്ടത് ആവശ്യത്തെക്കുറിച്ച് ഗവൺമെൻറ് ചിന്തിക്കുകയും ക്ലിയർ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ടൈനി സെക്ടറിൽ, വില്ലേജ് സെക്ടറിൽ, ഖാദി സെക്ടറിൽ അല്ലെങ്കിൽ വില്ലേജ് സെക്ടറിൽ പ്രവർത്തിക്കുന്ന ഇൻഡസ്ട്രീസിന് രാഷ്ട്രത്തിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റിലായിക്കോട്ടെ, റൂറൽ ഡെവലപ്മെൻ്റ് ആയിക്കോട്ടെ, എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ്റെ കാര്യമായിക്കോട്ടെ, ഇതിലൊക്കെ വളരെയധികം പങ്കുവഹിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷനായിട്ട് ഇതിനെ മാറ്റണം. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് KVIC രൂപീകരിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രീഡിസസർ അല്ലെങ്കിൽ ഇതിന് മുമ്പുള്ള ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡാണ്. ക്ലിയർ. ഇപ്പോൾ നാഷണൽ ലെവലിൽ ഇപ്പോഴും സ്റ്റേറ്റ് ബോർഡുകളുണ്ട്, പക്ഷേ നാഷണൽ ലെവലിലുള്ള ബോർഡ് ഇതിലേക്ക് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷനിലേക്ക് വന്നു. ക്ലിയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ KVIC മാത്രമാണ് നാഷണൽ ലെവലിലുള്ളത്. സോ ഇറ്റ് സപ്പോർട്ട്സ് മൈക്രോ യൂണിറ്റ്സ്. ഓക്കെ, മൈക്രോ അല്ലെങ്കിൽ സ്മോൾ യൂണിറ്റ്സിനൊക്കെയാണ് അത് സപ്പോർട്ട് ചെയ്യുന്നത്. സോ ഗാന്ധിയൻ ഫിലോസഫി ആൻഡ് തോട്ട്സ് ആർ ദ ബാക്ക് ബോൺ ഓഫ് KVIC പോളിസി. നമുക്കറിയാം ഗാന്ധിജിയുടെ മൂവ്മെൻറ്റ് അല്ലേ, ഫ്രീഡം മൂവ്മെൻറ്റ് സമയത്ത് ഖാദി എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റിന് രൂപം കൊടുത്തത് ഗാന്ധിജിയാണ്. അത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി, സ്വദേശിവൽക്കരണത്തിൻ്റെ ഭാഗമായി അല്ലേ, ബ്രിട്ടനിൽ നിർമ്മിക്കുന്ന ക്ലോത്തുകൾ, ഫോറിൻ മിൽസ് തയ്യാറാക്കുന്ന ക്ലോത്തുകൾ ഉപേക്ഷിച്ചുകൊണ്ട് അല്ലേ ഇന്ത്യക്കാർ തയ്യാറാക്കുന്ന ഹാൻഡ്ലൂംസിൽ തയ്യാറാക്കുന്ന ഖാദി പ്രോഡക്ട്സ് ഉപയോഗിക്കണമെന്നുള്ള ഒരു മഹാത്മാ ഗാന്ധിയുടെ ആഹ്വാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഖാദി മൂവ്മെൻറ്റ് വരുന്നത്. അത് ഇന്ത്യയിലെ ഫ്രീഡം മൂവ്മെൻറ്റ്സിന് വളരെയധികം ഒരു മൊമെൻറ്റം നൽകുകയുണ്ടായി. ക്ലിയർ. അതിനുശേഷം ഖാദി എന്ന് പറയുന്നത് ഒരു മൂവ്മെൻ്റായിട്ട് ക്ലിയർ ഒരു വലിയൊരു മൂവ്മെൻ്റായിട്ട് അത് മാറുകയും ക്ലിയർ അത് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നതിലേക്ക് ക്ലിയർ പര്യാപ്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഗാന്ധിയൻ ഫിലോസഫി തന്നെയാണ് KVIC മുന്നോട്ട് വയ്ക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ രൂപീകരണത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് KVIC നമുക്ക് നോക്കാം. സോ റൂറൽ ഡെവലപ്മെൻറ്റ് ത്രൂ റൂറൽ ഇൻഡസ്ട്രിയലൈസേഷൻ, അതാണ് ഒരു ഒബ്ജക്റ്റീവ്. ദെൻ creation of employment opportunities in rural area, promotion of self-reliance among people, building up strong rural community base. Okay, rural community bases കുറച്ചുകൂടെ സ്ട്രോങ് ആക്കി മാറ്റുക. Then eradication of rural poverty through employment generation and starting of self-employment clear units or rural units or rural enterprises. Okay,
സോ ഫങ്ഷൻസ് ഓഫ് KVIC എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഫങ്ഷൻ? ഒന്ന്, to plan and organize training program for the potential entrepreneurs in rural area, clear, especially in matters of khadi, clear, ഹാൻഡ്ലൂം, വീവിങ്, അതുപോലെ തന്നെ ഖാദി അല്ലെങ്കിൽ വില്ലേജ് ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേയധികം ഏരിയാസ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ട്രെയിനിങ് കൊടുക്കുക. ഓക്കെ, ആർട്ടിസൻസിനൊക്കെ ട്രെയിനിങ് കൊടുക്കുക. ആർട്ടിസൻസ് എന്ന് പറഞ്ഞാൽ ആരാ? കരകൗശല വിദഗ്ധർ എന്ന് പറയും അല്ലേ, ഏതെങ്കിലും ഒരു തൊഴിൽ മേഖലയിൽ വൈദഗ്ധ്യം നേടിയിട്ടുള്ള ആൾക്കാർ അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കാർപ്പൻറ്റേഴ്സ് അല്ലെങ്കിൽ ബ്ലാക്ക് സ്മിത്ത് അല്ലേ, ഗോൾഡ് സ്മിത്ത് ഇങ്ങനെയൊക്കെ പറയില്ലേ. അപ്പോൾ ആ രീതിയിൽ വരുന്ന ആളുകൾ. ദെൻ so to supply raw material at reasonable rates to these units, clear, then to promote marketing and sale of khadi products of village industries and handicraft. അതുപോലെ തന്നെ മാർക്കറ്റിങ്ങിൻ്റെ ഇനിഷ്യേറ്റീവ്, ഖാദിയുടെ ഇൻഡസ്ട്രീസ് മാത്രം പ്രൊമോട്ട് ചെയ്യുന്നില്ല, അതിൻ്റെ മാർക്കറ്റിംഗ് കൂടെ ചെയ്യുന്നത്, അതിനുവേണ്ടി പ്രൊമോട്ട് ചെയ്യുന്നത്, അതിനുവേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? ഒട്ടനവധി ഇനിഷ്യേറ്റീവ് ഉണ്ട്. ക്ലിയർ, ഖാദി ബോർഡിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ്റെ ഭാഗമായിട്ട് നടപ്പിൽ വരുത്തിയിട്ടുണ്ട്. ക്ലിയർ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്തുണ്ടാവും? മിക്കവാറും സ്ഥലങ്ങളിലും ടൗണുകളിൽ ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സിലൊക്കെ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിൻ്റെ അല്ലെങ്കിൽ കമ്മീഷൻ്റെ ഔട്ട്ലെറ്റുകളുണ്ട്. ക്ലിയർ, അപ്പോൾ ഈ ഔട്ട്ലെറ്റുകൾ വഴി എന്ത് ചെയ്യുന്നു? ഇത്തരത്തിലുള്ള യൂണിറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ അവിടെ വിൽപ്പനയ്ക്ക് വിൽക്കുകയും അല്ലെ അത് വിപണനം ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങളൊരു പക്ഷേ നമ്മൾ പാലക്കാട് സിവിൽ സ്റ്റേഷനിൽ പോകുമ്പോൾ സിവിൽ സ്റ്റേഷൻ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ഇതുപോലെ തന്നെ ഖാദി എംപോറിയം ഉണ്ട്. ക്ലിയർ, അതുപോലെ തന്നെ ഖാദിയുടെ വേറൊരു ഷോറൂം ഉണ്ട്. ക്ലിയർ, അങ്ങനെ 2-3 ഔട്ട്ലെറ്റുകൾ പാലക്കാട് തന്നെയുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് മാർക്കറ്റിങ്ങിന് വേണ്ടി ചെയ്യുന്നു. അതുപോലെ വെഹിക്കിൾ, ക്ലിയർ, മൊബൈലായിട്ടുള്ള ക്ലിയർ മാർക്കറ്റിംഗ് മെക്കാനിസം ഉണ്ട് അവർക്ക്. ക്ലിയർ, ഒരു വെഹിക്കിൾ അല്ലെങ്കിൽ വാനിൽ എന്ത് ചെയ്യുന്നു? ഖാദി പ്രോഡക്ട്സ് ഒക്കെ അസംബിൾ ചെയ്തുകൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ സഞ്ചരിക്കുകയും അത് വിൽപ്പന നടത്തുകയും ക്ലിയർ അതിൻ്റെ പ്രൊസീഡ്സ് അവരുടെ ഉൽപ്പാദിപ്പിച്ചുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ യൂണിറ്റുകൾക്ക്, കർഷകർക്ക് ഒക്കെ നൽകുകയും ചെയ്യുന്ന ഏർപ്പാടുണ്ട്. Then to explore possibilities of export of KVIC products, അതുപോലെ തന്നെ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് അല്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിന് എക്സ്പോർട്ടബിലിറ്റി സാധ്യമാണെങ്കിൽ അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലേ ശ്രമിക്കുക. ക്ലിയർ, to provide consultancy for the revival of sick units, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് മേഖലയിൽ വരുന്ന സിക്ക് യൂണിറ്റുകളുടെ റിവൈവൽ, റിഹാബിലിറ്റേഷൻ, ക്ലിയർ, റീജനറേഷൻ അങ്ങനെയുള്ള പ്രോഗ്രാംസിനൊക്കെ എന്ത് ചെയ്യുന്നു? അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക, സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക, അതിൻ്റെ സ്കീംസ് ഉണ്ടാക്കുക, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യുന്നു. ദെൻ ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ഫോർ എലിജിബിൾ ഇൻഡിവിജ്വൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നു. ദെൻ ടു അണ്ടർടേക്ക് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ടു എൻഹാൻസ് പ്രൊഡക്ഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി ഇൻ റൂറൽ വർക്കേഴ്സ് ആൻഡ് ആർട്ടിസൻസ്. അപ്പോൾ അവരുടെ ഇടയിൽ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇന്നൊവേഷൻ, മെഷീനറീസ്, എക്യുപ്മെൻറ്റ്സ്, ടെക്നോളജി അത് ലഭ്യമാക്കുക, അതിൻ്റെ ഭാഗമായി റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ അവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ക്ലിയർ, അപ്പോൾ അതിൽ നിങ്ങൾക്കറിയാൻ പറ്റും ഇറ്റ് ഈസ് ഫംഗ്ഷനിങ് അണ്ടർ ദി മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ക്ലിയർ, അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ തന്നെ MSME മിനിസ്ട്രി നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു MSME മിനിസ്ട്രി ഉണ്ട്. ആ MSMEയുടെ മിനിസ്ട്രിയിൽ തന്നെ അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നോക്കുന്ന ഒരു ഏജൻസി ആയിട്ട്, കമ്മീഷണറായിട്ടാണ് ഇതിനെ അറിയപ്പെടുന്നത്. ക്ലിയർ, അതല്ലാത്ത ഇൻഡസ്ട്രീസിനെ മറ്റുള്ള തരത്തിലുള്ള മെക്കാനിസം ഉണ്ട് അത് മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടി. അതിനെ നമ്മൾ MSME യൂണിറ്റുകൾ എന്നാണ് പറയുക. അപ്പോൾ ഇത്തരത്തിലുള്ള യൂണിറ്റുകളെ ഖാദി ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ഖാദി യൂണിറ്റുകൾ എന്ന് പറയും. ഇതും ടൈനി മൈക്രോ എന്നായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം, സ്മോൾ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. ക്ലിയർ, മിക്കവാറും മീഡിയം സ്കെയിൽ ഓപ്പറേഷൻ ഒന്നും ഇവിടെ ഉണ്ടാവില്ല. ക്ലിയർ, മൈക്രോ ടു സ്മോൾ ആ രീതിയിലുള്ള ഓർഗനൈസേഷൻസ് ഇവിടെ വരുന്നുള്ളൂ, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസിൽ വരുന്നുള്ളൂ. വെബ്സൈറ്റിൻ്റെ ഇതിൽ നമുക്ക് സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിലേതെങ്കിലും ലിങ്ക് ക്ലിക്ക് ചെയ്ത് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും. ഹിന്ദി വേർഷൻ വേണമെങ്കിൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. സെർച്ച് ബട്ടൺ ഉണ്ട്, നമുക്ക് ഏതെങ്കിലും ഒന്ന് പ്രത്യേക കാര്യങ്ങൾ അറിയണമെങ്കിൽ എന്ത് ചെയ്യാം? ടോപ്പിക് അറിയണമെങ്കിൽ അത് സെർച്ച് ചെയ്യാം. ഓക്കെ, സോ ഖാദി as a fabric has adapted to changing needs of the modern time. ക്ലിയർ, അപ്പോൾ പണ്ട് കാലത്ത് നിന്ന് കുറച്ച് വ്യത്യാസമായിട്ട് ക്ലിയർ ഒരു ഫാബ്രിക് ഓഫ് ഇന്ത്യ എന്നാണ് ഖാദിയെ പറയുന്നത് അല്ലേ. അപ്പോൾ ആ രീതിയിൽ കുറച്ച് അതിനനുസരിച്ച് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ക്ലിയർ, മോഡേൺ ടൈംസിൻ്റെ നീഡ്സിനനുസരിച്ച് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ,
ഖാദിയുടെ ഒരു പ്രത്യേകത എന്താണ്? ഖാദി ക്ലോത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാൻ പറ്റും അല്ലേ? കൈകൊണ്ട് തന്നെ നൂറ്റ് അല്ലേ, അതിനെ സ്പിന്നിങ് ചെയ്ത് ഒക്കെ വീവിങ് ചെയ്തെടുക്കുന്ന ഒരു ഏർപ്പാടാണ് ഖാദിയിൽ വരുന്നത്. അപ്പോൾ അത്തരത്തിൽ ഹ്യൂമൻ പാർട്ടിസിപ്പേഷൻ ഇൻവോൾവ് ചെയ്യുന്ന ക്ലിയർ ഒരു ആക്ടിവിറ്റിയാണ്. ക്ലിയർ. അതുപോലെ തന്നെ ഇവിടെ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ്റെ കാര്യമായിട്ട് പറയണം. ക്ലിയർ. മറ്റുള്ള ഈ ആർട്ടിഫിഷ്യൽ മില്ലുകളൊക്കെ ക്ലിയർ 1 മീറ്റർ ക്ലോത്ത് നിർമ്മിക്കുന്നതിന് വേണ്ടി ഏകദേശം 55ഓളം ലിറ്റർ വെള്ളം ചിലവാക്കുന്ന സമയത്ത് ഖാദി യൂണിറ്റുകൾ അത് ഏകദേശം 3 ലിറ്റർ മാത്രമേ അവർക്ക് ചിലവാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതുവഴി വാട്ടർ കൺസർവേഷൻ ക്ലിയർ, എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നു. ക്ലിയർ. അപ്പം അങ്ങനെ കുറേയധികം അല്ലേ ഹാൻഡ് സ്പൺ, ഹാൻഡ് വോവൻ ക്ലിയർ സ്കിൻ ഫ്രണ്ട്ലി ഫാബ്രിക്കാണ് ഈ കോട്ടൺ ക്ലോത്തുകളും സിൽക്ക് അങ്ങനെയുള്ള നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് നിന്നാണ് ഖാദി പ്രോഡക്ട്സ് ഉണ്ടാക്കുക, ക്ലോത്തുകൾ ഉണ്ടാക്കുന്നത്. ഓക്കെ. ഇതിൽ കുറേയധികം സ്കീംസ് ഇതിനെക്കുറിച്ച് കൊടുത്തിട്ടുണ്ടാവും. ക്ലിയർ. PMAGP ഇത് നമ്മൾ നേരത്തെ നോക്കിയതാണ്, പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെൻറ്റ് അല്ലേ ജനറേഷൻ പ്രോഗ്രാം. അപ്പോൾ ഇവിടെയും ഇത് അപ്ലിക്കബിൾ ആണ്. ക്ലിയർ. ഖാദിയുടെ കേസസിലും അപ്ലിക്കബിൾ ആണ്. അതുപോലെ തന്നെയാണ് ഓക്കെ ഇവിടെ സ്കീം ഓഫ് ഫണ്ട് ഫോർ റീജനറേഷൻ ഓഫ് ദ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ്. പ്രത്യേകിച്ച് ഈ സ്കീമിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ഖാദി മേഖലയിൽ. കാരണം എന്താ, ട്രഡീഷണൽ ഇൻഡസ്ട്രീസൊക്കെ ഖാദി മേഖലയിലാണ് പ്രവർത്തിക്കുക. അപ്പോൾ ട്രഡീഷണൽ ഇൻഡസ്ട്രീസിൽ റീജനറേറ്റ് അല്ലെങ്കിൽ സിക്ക് യൂണിറ്റ് ആയിട്ട് മാറിയുള്ളൂ, അല്ലെങ്കിൽ തടർന്നു പോയിട്ടുള്ളൂ, അല്ലെങ്കിൽ വീക്കായിട്ട് മാറിയിട്ടുള്ള യൂണിറ്റുകളെ വീണ്ടും എനർജൈസ് ചെയ്യുന്നതിന് വേണ്ടി, റീജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഫണ്ട് ഗവൺമെൻറ് ഉണ്ടാക്കുകയും അതിനനുസരിച്ചുള്ള അസിസ്റ്റൻസ് പ്രൊവൈഡിങ് ചെയ്യുന്നുണ്ട്. അതിനാണ് സ്ഫൂർട്ടി എന്ന് പറയുക. ക്ലിയർ. ഓക്കെ. SFURTI. ക്ലിയർ. അപ്പോൾ ഈ സ്കീം അനുസരിച്ച് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ഓക്കെ. വീണ്ടും ഒട്ടനവധി സ്കീംസ് ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഖാദി ഇൻഡസ്ട്രീസ് ഉണ്ട്, വില്ലേജ് ഇൻഡസ്ട്രീസ് ഉണ്ട്. ക്ലിയർ. ഖാദിയുടെ പ്രോഡക്റ്റ് നമുക്കറിയാം അല്ലേ. വില്ലേജ് ഇൻഡസ്ട്രീസിൻ്റെ ഡെഫിനേഷൻ ഉണ്ട് കേട്ടോ. ഇപ്പോൾ പരീക്ഷയ്ക്ക് ഒരു പക്ഷേ ചോദിക്കണം, വാട്ട് യു മീൻ ബൈ വില്ലേജ് ഇൻഡസ്ട്രീസ് ആസ് പെർ KVIC ഡെഫിനേഷൻ അല്ലെങ്കിൽ KVIC ഫിനാൻസിങ് നോംസ് എന്ന് പറയുകയാണെങ്കിൽ ഇതാണ് ഒരു വില്ലേജ് ഇൻഡസ്ട്രീസിൻ്റെ ഡെഫിനേഷൻ. എന്താണത്? എ വില്ലേജ് ഇൻഡസ്ട്രി, എനി ഇൻഡസ്ട്രി ലൊക്കേറ്റഡ് ഇൻ റൂറൽ ഏരിയ producing goods or services, clear, in which the per head investment of an artisan or a worker does not exceed 1 lakh, clear, in plain areas and 1.5 lakh in hilly areas. ഇത് നമ്മൾ നേരത്തെ എപ്പോഴും നോക്കിയിരുന്നതാണ് എൻ്റെ ഓർമ്മ. ക്ലിയർ. അപ്പം ഇങ്ങനെ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷനിൻ്റെ കീഴിൽ അല്ലേ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടി ഒരു വില്ലേജ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കുമെന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഡെഫിനേഷനാണ് പറയണത്. ക്ലിയർ. അത് റൂറൽ ഏരിയയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇൻഡസ്ട്രി ആയിരിക്കണം. ക്ലിയർ. അതിൽ മെയിൻലി ആർട്ടിസാൻസ് അല്ലെങ്കിൽ വർക്കേഴ്സ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് നിശ്ചയിക്കുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ലിമിറ്റ് നിശ്ചയിക്കുന്നത്. ക്ലിയർ. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ക്ലിയർ. 1 lakh പെർ വർക്കർ അല്ലെങ്കിൽ 1 lakh പെർ ആർട്ടിസാൻ. ഒരു കരകൗശല വിദഗ്ധരായിട്ടുള്ള ഒരു യൂണിറ്റ് ആണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഒരു കാർപ്പൻട്രി യൂണിറ്റ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 10 പേരുണ്ടെങ്കിൽ പരമാവധി 10 ലക്ഷം രൂപ ചെയ്യാം. കാരണം 1 ലക്ഷം വീതം. ഇനി അത് ഹില്ലി ഏരിയ എന്ന് വിചാരിക്കുക അല്ലേ. ഹിൽ ട്രാക്കുള്ള ഏരിയ ആണെങ്കിൽ 1.5 lakh പെർ വർക്കർ ആവാം. അങ്ങനെ ആകുമ്പോൾ എത്രയാവും? 15 lakh. 10 പേരുള്ളതാണെങ്കിൽ 15 ലക്ഷം രൂപ വരാവും. അപ്പം ഇങ്ങനെ ഇതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റായിട്ട് പറയുന്നത്. അപ്പോൾ മൈക്രോ ആയിട്ടുള്ള എൻ്റർപ്രൈസസിന് ഓക്കെ റൂറൽ ആയിട്ടുള്ള എൻ്റർപ്രൈസസിന് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ചെറിയൊരു ലിമിറ്റ് കൂടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വില്ലേജ് ഇൻഡസ്ട്രീസ് ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിന് സബ്സിഡീസും അസിസ്റ്റൻസും പ്രൊമോഷൻ മെഷറും അതുപോലെ തന്നെ അവരുടെ പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റിങ്ങും ഒക്കെ ചെയ്തു കൊടുക്കും. ഓക്കെ. അപ്പോൾ ഖാദിയുടെ ഡെഫിനേഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ. എന്താണ് ഖാദി? ക്ലിയർ. സോ ഖാദി എ ഫാബ്രിക് ദാറ്റ് ബ്രീഡ്സ് ക്ലിയർ വാം ഇൻ വിൻ്റർ ക്ലിയർ ആൻഡ് കൂൾ ഇൻ സമ്മർ. ഓക്കെ. ഇപ്പം അതിനാണ് ഖാദി ക്ലോത്തിൻ്റെ ഒരു പ്രത്യേകത അല്ലേ. കോട്ടണിൽ നമ്മൾ എടുക്കുന്നതുകൊണ്ട് വിൻ്റർ സമയത്ത് നമുക്ക് ഒരു വാംനെസ് അതിലൂടെ കിട്ടുക. അതുപോലെ തന്നെ സമ്മർ സമയത്ത് കൂൾ അല്ലേ. കോട്ടണിൻ്റെ പൊതുവേ ഒരു സ്വഭാവമാണ്. ക്ലിയർ. അപ്പോൾ പെട്ടെന്ന് ഹീറ്റ് ആവില്ല, അതുകൊണ്ട് തന്നെ ഒരു കൂൾനെസ്സും ഉണ്ടാവും. അപ്പോൾ ആ രീതിയിലാണ്. ക്ലിയർ. സോ ഖാദി ഈസ് എ ഹാൻഡ് സ്പൺ ആൻഡ് ഹാൻഡ് വൂവൺ ക്ലോത്ത് വിച്ച് അക്വയർഡ് patriotic status during Indian freedom struggle. Okay, and it give Swadeshi spirit. Okay.
അപ്പോൾ അങ്ങനെ ഖാദിയെക്കുറിച്ചുള്ളൊരു ചെറിയ ഇൻട്രഡക്ഷൻ. കൂടുതലാണെങ്കിൽ നമുക്ക് റീഡ് മോർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മതി. ക്ലിയർ. അതുപോലെ തന്നെ മാർക്കറ്റ് ഡെവലപ്മെൻറ്റ് അസിസ്റ്റൻസ്, സെൻട്രൽ ഗവൺമെൻറ് MSME, മിനിസ്ട്രി ഓഫ് MSME നൽകുന്ന ഒരു സ്കീമാണ് മാർക്കറ്റ് ഡെവലപ്മെൻറ്റ് അസിസ്റ്റൻസ്. ക്ലിയർ. അപ്പോൾ അതനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഉള്ള അഡ്വാൻസസ് ഇവർക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ. അതുപോലെ ISEC എന്ന് പറയുന്ന വേറൊരു സ്കീം ചെയ്യുന്നു. ക്ലിയർ. ഇൻട്രസ്റ്റ് സബ്സിഡി എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് സ്കീം. ക്ലിയർ. ഇങ്ങനെയുള്ള യൂണിറ്റുകൾ, വില്ലേജ് ഇൻഡസ്ട്രി, ഖാദി ഇൻഡസ്ട്രീസ് എടുക്കുന്ന ലോൺസും അഡ്വാൻസസിനും ഇൻട്രസ്റ്റ് സബ്സിഡി കിട്ടുന്നതിനുള്ള എലിജിബിലിറ്റി, അത് കിട്ടുന്നതിന് വേണ്ടി ബാങ്കുകളിലോ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലോ സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി എലിജിബിലിറ്റി സർട്ടിഫിക്കേഷൻ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ. ഇവർക്കൊക്കെ 4% റേറ്റിലാണ് നമുക്ക് ലോണൊക്കെ കിട്ടുക. ക്ലിയർ. ഖാദി ഇൻഡസ്ട്രീസ് ആണെങ്കിൽ. ബാക്കിയുള്ളത് എന്ത് ചെയ്യുന്നു, സബ്സിഡി ആയിട്ട് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യും. സോ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസീസ് ആയിട്ട് പ്രവർത്തിക്കുന്നു. ക്ലിയർ. ഇങ്ങനെയുള്ള റൂറൽ ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസിൻ്റെ, ഖാദി ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ക്ലിയർ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസീസ് ആയിട്ട് കുറേയധികം ഏജൻസീസ്. ക്ലിയർ. അതിൽ KVIC ഉണ്ട്, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ. ഓരോ സംസ്ഥാനങ്ങളിലും അവർക്ക് ഡെവലപ്മെൻറ്റ് കമ്മീഷണർ ഓഫീസ് ഉണ്ട്. ക്ലിയർ. അപ്പോൾ അങ്ങനെയുള്ള ഡെവലപ്മെൻറ്റ് കമ്മീഷണർ ഓഫീസ്. അതുപോലെ തന്നെ ഓരോ സംസ്ഥാനങ്ങളിലും ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് ഉണ്ട്. ക്ലിയർ. അതുപോലെ ഈ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡുകൾക്ക് ഓരോ ജില്ലകളിലും ഡിസ്ട്രിക്റ്റ് ഓഫീസ് ഉണ്ട്. ക്ലിയർ. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു സ്ട്രക്ചറായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഓർഗനൈസേഷൻ. ഇവരൊക്കെ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസീസ് ആയിട്ട് നമുക്ക് അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ചില സ്കീംസൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്റേഴ്സ് വഴിയാണ്, ജില്ലാ കേന്ദ്രങ്ങൾ. ക്ലിയർ. ദെൻ KRDP എന്ന് പറയുന്ന വേറൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലിയർ. സോ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ and the Asian Development Bank has signed a loan agreement for the $150 million, clear, for Khadi reform and development program. In a KRDP എന്ന് പറയുന്നത്. ക്ലിയർ. ഖാദി റിഫോം ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. നിലവിലുള്ള ഖാദി യൂണിറ്റുകൾക്ക് റിഫോം ചെയ്ത്, ക്ലിയർ, അതിനെ മോഡേണൈസ് ചെയ്ത്, ക്ലിയർ, ആവശ്യമുള്ള രീതിയിൽ തന്നെ പ്രൊമോട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അസിസ്റ്റൻസ് ആയിട്ട് ADBയുടെ വായ്പയോടുകൂടി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ് KRDP. ഓക്കെ. അതുപോലെ ഡിജിറ്റൽ KVIC, ക്ലിയർ, ഡിജിറ്റൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ക്ലിയർ. സോ ഡിജിറ്റൽ KVIC ഹാസ് ബീൻ ലോഞ്ച്ഡ് ബൈ Directorate of IT, wherein every directorate or field officers have been given access by providing username and password to all concerned officers. ക്ലിയർ. അപ്പോൾ എല്ലാവർക്കും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെല്ലാം, ക്ലിയർ, എംപ്ലോയീസ് ആയിക്കോട്ടെ, ഓഫീസേഴ്സ് ആയിക്കോട്ടെ, ടെക്നീഷ്യൻസ് ആയിക്കോട്ടെ, ടെക്നിക്കൽ സ്റ്റാഫ് ആയിക്കോട്ടെ, ക്ലിയർ, എക്സിക്യൂട്ടീവ്സ് ആയിക്കോട്ടെ, ഇവരെല്ലാം ഒറ്റ കുടക്കീഴിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഡിജിറ്റൽ KVIC എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ക്ലിയർ. അതുപോലെ തന്നെ KVIC ട്രെയിനിങ് പ്രോഗ്രാം അണ്ടർടേക്ക് ചെയ്യുന്നു, യൂത്തുകൾക്ക് വേണ്ടി, വുമൺ എൻ്റർപ്രണേഴ്സിന് വേണ്ടി, റൂറൽ പീപ്പിൾസിന് വേണ്ടി, ഓക്കെ, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ ചെയ്യുന്നു. ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ക്ലിയർ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അറിയുന്നതിന് വേണമെങ്കിൽ അതിൽ മെനു ഉണ്ട്. ക്ലിയർ. അപ്പോൾ മെനു ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് മോർ ഡീറ്റെയിൽ. ക്ലിയർ. സോ നമുക്കിവിടെ മെനു എന്ന് പറഞ്ഞിട്ട് കാണാം അല്ലേ. അപ്പോൾ ഈ മെനുവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് KVIC, അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശം എന്താണ്, എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്, അതിൻ്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ എബൌട്ട് KVIC ഉണ്ട്. ക്ലിയർ. ഖാദി എന്ന് പറഞ്ഞാൽ എന്താണെന്നുണ്ടാവും. ക്ലിയർ. അതുപോലെ തന്നെ വില്ലേജ് ഇൻഡസ്ട്രീസ് മാർക്കറ്റിംഗ് പ്രോഗ്രാം, ഒരു പ്രസ് റിലീസ്, ടെൻഡർ, ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ. ക്ലിയർ. അതുപോലെ തന്നെ മിഷൻ സോളാർ ചർക്ക. ക്ലിയർ. അപ്പോൾ കുറച്ചുകൂടെ ഇവരുടെ എഫേർട്ട് കുറയ്ക്കുന്നതിന് വേണ്ടി സോളാർ ഓപ്പറേറ്റഡ് ആയിട്ടുള്ള, ക്ലിയർ, ചർക്ക ക്ലിയർ, അതിൻ്റെ ഒരു സ്കീമാണ്. ഓക്കെ. അതുപോലെ ഹണി മിഷൻ. ക്ലിയർ. മിക്കവാറും റൂറൽ പ്രദേശങ്ങളും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഏരിയയുടെ പ്രദേശങ്ങളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ, അല്ലെ, ആദിവാസി വിഭാഗങ്ങൾ, ഇവരെയൊക്കെ ഉൾക്കൊള്ളിക്കുന്നതിന് വേണ്ടി ഒരു ഹണി മിഷൻ രൂപീകരിച്ചിട്ടുണ്ട്. ക്ലിയർ. അപ്പോൾ അവിടെ നിന്ന് ശേഖരിക്കുന്ന തേനും മറ്റുള്ള കാര്യങ്ങളൊക്കെ പ്രോസസ്സ് ചെയ്ത്, ക്ലിയർ, വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ആക്കി, ക്ലിയർ, ഹൈജീനിക്കായിട്ട് പാക്ക് ചെയ്ത് എന്ത് ചെയ്യുന്നു, ബോട്ടിൽ ചെയ്ത് വിൽപ്പന നടത്തുന്നു. ഓക്കെ. സർക്കുലേഴ്സ്, KVICs, ഓഫീസസിൻ്റെ ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിയർ. കോണ്ടാക്റ്റ്. ഓക്കെ. അതുപോലെ തന്നെ PM's വിഷൻ ഓൺ ഖാദി. ഓക്കെ. ചെയർമാൻസ് ഡെസ്ക്. KVIC ഓൺലൈൻ എന്ന് പറയുന്ന ഒരു ഡെഡിക്കേറ്റഡ് വെബ്സൈറ്റ് ആണ് കേട്ടോ. KVICയുടെ രജിസ്ട്രേഷൻ, ഓൺലൈനായിട്ടുള്ള അപ്ലിക്കേഷൻസ്, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ, സബ്സിഡി, ഡിസ്ട്രിബ്യൂഷൻ, ഇങ്ങനെ കുറേയധികം സർവീസുകളും മാർക്കറ്റിങ്ങും, ക്ലിയർ, പ്രോഡക്റ്റ് മാർക്കറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ഓൺലൈൻ സൈറ്റാണ്. മാർക്കറ്റിംഗ് സൈറ്റും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ സൈറ്റുമാണ് KVIC ഓൺലൈൻ. ഓക്കെ. അതിൽ ഈ ബുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസിനെ കുറിച്ച് അറിയാൻ പറ്റും. അതുപോലെ റിപ്പോർട്ട് അറിയാൻ പറ്റും. ക്ലിയർ.
ആനുവൽ റിപ്പോർട്ട് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കും. ക്ലിയർ, എത്ര യൂണിറ്റുകളുണ്ട്, എങ്ങനെയാണത് ഫങ്ഷൻ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കുക. സോ ദാറ്റ് യു വിൽ ഗെറ്റ് ലേറ്റസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, ഇപ്പോൾ ഈ ബുക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സോ യു വിൽ ഗെറ്റ് ഈ ബുക്ക് ഡൗൺലോഡ്. ക്ലിയർ, അപ്പോൾ ഈ ബുക്കിൽ കുറേയധികം അല്ലേ MSME ബുള്ളറ്റിൻ, നിങ്ങൾക്ക് എല്ലാ മാസത്തെയും MSME ബുള്ളറ്റിൻ കുറേയധികം മാസത്തെ ഉണ്ട്. ക്ലിയർ, ലേറ്റസ്റ്റ് ബുള്ളറ്റിൻ പോലും ഉണ്ടാവും ചിലപ്പോൾ. ക്ലിയർ, 2018 തൊട്ടുള്ളതാണ് ഇവിടെ കാണുന്നത്, 19 ഉണ്ട്, 2020 വരെയാണ്. ക്ലിയർ, 2000 MSMEയുടെ ഇൻസൈഡർ. ഓക്കെ, MSME ഇൻസൈഡർ ഒക്ടോബർ വരെയുള്ളതുണ്ട്. ക്ലിയർ, അതുപോലെ തന്നെ KVIC ന്യൂസ് ബുള്ളറ്റിൻ. ക്ലിയർ, അവർ പബ്ലിഷ് ചെയ്യുന്ന ന്യൂസ് ബുള്ളറ്റിൻ ഉണ്ട്. ക്ലിയർ, ക്വാർട്ടർലി ആയിട്ടുള്ള പബ്ലിക്കേഷനാണ്. അപ്പോൾ അതിൻ്റെ ക്വാർട്ടർലി പബ്ലിക്കേഷൻ്റെ ഇത് നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, ഈ ജാഗൃതി. ക്ലിയർ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് PDF ഡൗൺലോഡായി കിട്ടും. അപ്പം ഇങ്ങനെ ഈ ബുക്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതും പറ്റുമെങ്കിൽ നോക്കുക, ഒഴിവുള്ള സമയത്ത് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. സോ ദാറ്റ് യു കൻ അണ്ടർസ്റ്റാൻഡ് ക്ലിയർ മോർ അബൌട്ട് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ. അപ്പോൾ നമ്മൾ മെനുവിൽ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ ഡീറ്റെയിൽസിലൊക്കെ വരികയാണെങ്കിൽ ഇതിന് ഓരോന്നും എന്താണ് ഖാദി, ഇപ്പോൾ ഖാദി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഖാദി ഇൻഡസ്ട്രീസിനെ കുറിച്ചുള്ള വരും. ക്ലിയർ, അപ്പോൾ ഖാദിയുടെ സർട്ടിഫിക്കേഷൻ, ഖാദി റോ മെറ്റീരിയൽ, അതിനെക്കുറിച്ചൊക്കെ വരും. വില്ലേജ് ഇൻഡസ്ട്രീസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വില്ലേജ് ഇൻഡസ്ട്രീസ് തന്നെ കുറേയധികം ക്ലാസിഫിക്കേഷൻ കേട്ടോ. മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രി ഉണ്ട്, അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രി ഉണ്ട്. ക്ലിയർ, അതുപോലെ തന്നെ പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ക്ലാസിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കിട്ടും. ക്ലിയർ, പിന്നെ മാർക്കറ്റിംഗ് സ്കീംസിനെ കുറിച്ച് കിട്ടും. ഓക്കെ, അപ്പോൾ ഒഴിവുള്ള സമയത്ത് ഇത് ചെക്ക് ചെയ്ത് നോക്കുക. സോ KVIC ഓൺലൈൻ എന്ന് പറയുന്ന ലിങ്കിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഇവിടെ മാർക്കറ്റിംഗ് സൈറ്റ് കൂടെയാണ്. ക്ലിയർ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിനെ കുറിച്ചും കാണാം. ക്ലിയർ, PMGEGP എന്താണ്, ഖാദി. ക്ലിയർ, അതുപോലെ തന്നെ ബൈ ഖാദി പ്രോഡക്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വേണമെങ്കിലും ഖാദി പ്രോഡക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, പർച്ചേസ് ചെയ്യാൻ പറ്റും. ക്ലിയർ, അപ്പോൾ അതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ, ഇപ്പോൾ മാസ്ക് കൊറോണയുടെയൊക്കെ സമയത്തുകൊണ്ട് ഖാദിയുടെ തന്നെ യൂണിറ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്ന ക്ലിയർ കോട്ടൺ മാസ്കുകൾ, ഡിഫറെൻറ്റ് വേരിയൻസ് ആയിട്ടുള്ള കോട്ടൺ സിൽക്ക് മാസ്കുകൾ. ക്ലിയർ, ഇങ്ങനെയുള്ള മാസ്കുകൾ അവൈലബിൾ ആണ്. അത് മാത്രമല്ല വേറെയും അവരുടെ പ്രോഡക്ട്സ് ഉണ്ട്. ക്ലിയർ, ഖാദി ഹണി, ഓക്കെ, അങ്ങനെയുള്ള പ്രോഡക്ട്സുകളുണ്ട്. അതുപോലെ ലെതർ പ്രോഡക്ട്സ്, ക്ലിയർ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓക്കെ ഫുഡ് വെയർ പ്രോഡക്ട്സ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ച്യവനപ്രാശ്. ക്ലിയർ, നമുക്കൊക്കെ അറിയാവുന്ന അല്ലേ, ആയുർവേദിക് ആയിട്ടുള്ള പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ക്ലിയർ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആയിട്ടുള്ള ച്യവൻപ്രാശ്. ക്ലിയർ, അതിപ്പോൾ നമുക്കത് ലഭ്യമാണ്. ഓൺലൈനായിട്ട് ഇതെല്ലാം നമുക്ക് കിട്ടും. അതിൻ്റെ പ്രൈസും അറിയാൻ പറ്റും, അത് ഓൺലൈനായിട്ട് വാങ്ങിക്കുകയും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേയധികം പ്രോഡക്ട്സ് ഉണ്ട്. അപ്പോൾ ഒഴിവുള്ള സമയത്ത് നമുക്ക് അതും നോക്കാം. സോ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് KKVIB ക്ലിയർ .org എന്ന് പറയുന്ന കേരള ഗവൺമെൻറ് അല്ലേ, നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡുകൾ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷന് കീഴിൽ ക്ലിയർ കുറേയധികം ബോർഡുകൾ, സ്റ്റേറ്റ് ബോർഡുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ക്ലിയർ, നാഷണൽ ബോർഡ് ഇതിലേക്ക് സബ്സ്യൂം ചെയ്തപ്പോൾ KVIC മാത്രമേ ഉള്ളൂ. സ്റ്റേറ്റ് ബോർഡുകൾ കേരളത്തിലുണ്ടാകും, കർണാടകയുണ്ട്, തമിഴ്നാട്, ഇങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലും ഏകദേശം 28-29 സംസ്ഥാനങ്ങളിൽ എന്തുണ്ട്, ഇവർക്ക് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ക്ലിയർ, അപ്പോൾ അതാത് സംസ്ഥാനങ്ങളിലെ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ഗവൺമെൻറ് അഡ്വൈസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ബോർഡുകൾ, നമ്മുടെ കേരളത്തിലുള്ള ബോർഡാണ് കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ്. ക്ലിയർ, അപ്പോൾ അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ് ഇത്. അപ്പോൾ നമുക്കത് ഇൻഡസ്ട്രി മിനിസ്റ്ററാണ് ചെയർമാൻ. ക്ലിയർ, ഇത് ചെയർമാൻ, അതുപോലെ വൈസ് ചെയർപേഴ്സൺ, അതുപോലെ തന്നെ സെക്രട്ടറി, ഇതൊക്കെ ഉണ്ടാവും. ഓക്കെ, സ്ട്രെങ്ത്, പ്രോഡക്ട്സ്, അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ടാവും. ഒഴിവുള്ള സമയത്ത് ഒന്ന് വായിച്ച് നോക്കി. ഇവിടെ മെനു ഉണ്ടാവും. മെനുവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഡീറ്റെയിൽസ്. ഓക്കെ,
ഹോം അറ്റ് എ ഗ്ലാൻസ് ക്ലിയർ. നമുക്ക് കേരളത്തിലുള്ള ഖാദി പ്രോഡക്ട്സിൻ്റെ ഒരു സംക്ഷിപ്തമായിട്ടുള്ളൊരു വിവരം കിട്ടുമെങ്കിൽ അറ്റ് എ ഗ്ലാൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ഖാദി ഇൻഡസ്ട്രീസ് വൺ എന്താണ് ക്ലിയർ. അപ്പോൾ ഖാദി പ്രോഗ്രാം, വെൽഫെയർ മെഷേഴ്സ്, ഡീറ്റെയിൽസ് ക്ലിയർ, എത്ര തരത്തിലുള്ള യൂണിറ്റുകളുണ്ട് അതൊക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. അതുപോലെ വില്ലേജ് ഇൻഡസ്ട്രീസിൽ ഏതൊക്കെയാണ് വരിക ക്ലിയർ, എന്തെല്ലാമാണ് വില്ലേജ് ഇൻഡസ്ട്രീസിൻ്റെ പ്രോഗ്രാം ക്ലിയർ, അവർക്ക് കിട്ടുന്ന മെഷേഴ്സ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്. ഓക്കെ, അതുപോലെ മാർക്കറ്റിങ്ങിന് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു, PMGP അല്ലെ PMEGPയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൊടുത്തിട്ടുണ്ടാവും. മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള എഫേർട്ടുകൾ എന്തൊക്കെയാണ് ക്ലിയർ. ഖാദി ഗ്രാമ ക്ലിയർ, സൗഭാഗ്യാസ് ക്ലിയർ, സെയിൽസ് പെർഫോമൻസ്, റിബേറ്റ് അല്ലേ, ചില ഓണം അതുപോലെ തന്നെ മറ്റുള്ള ഫെസ്റ്റിവൽ സീസണൊക്കെ വരുമ്പോൾ ഖാദി പ്രോഡക്റ്റുകൾക്ക് റിബേറ്റ് ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടും ക്ലിയർ. അപ്പോൾ നമുക്ക് അറ്റ് എ ഗ്ലാൻസ് വേണമെങ്കിൽ വിഷൻ, മിഷൻ, ഒബ്ജക്റ്റീവ് ക്ലിയർ, ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ സ്കീംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്ലിയർ. സ്കീംസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കേരള ഗവൺമെൻറ് അല്ലേ, ഇവിടെ നമ്മൾ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ്റെ കീഴിൽ ഇവിടെ നമ്മുടെ കേരള സംസ്ഥാനത്തിൽ ഓഫർ ചെയ്യുന്ന സ്കീമുകളെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റും ക്ലിയർ. അപ്പോൾ എന്തൊക്കെയാണ് വരുന്നത്, ഇൻസെൻറ്റീവ് ടു ഖാദി ആർട്ടിസാൻസ്, ഇൻഷുറൻസ് സ്കീം ഫോർ ഖാദി ആർട്ടിസാൻ, പോപ്പുലറൈസേഷൻ ഓഫ് ഖാദി യൂണിഫോം അല്ലെ, സ്കൂളുകളിലൊക്കെ നമ്മൾ യൂണിഫോം കൊടുക്കുന്ന ഖാദിയിൽ നിന്നുള്ള ക്ലിയർ. സ്പെഷ്യൽ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം ഓക്കെ, കേരളം തേൻ കലവറ പ്രോജക്റ്റ് ക്ലിയർ. സോ ദിസ് ഹണി മാർക്കറ്റിംഗ് പ്രോഗ്രാമാണത്. ദെൻ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാംസ്, റൂറൽ ഇൻഡസ്ട്രി സർവീസ് സെൻറ്റേഴ്സ്, RISC എന്ന് പറയും ക്ലിയർ. ഇങ്ങനെ കുറേയധികം പ്രോഗ്രാം, അതുപോലെ തന്നെ PRODIP, അതുപോലെ തന്നെ SFRUTI, ഇതൊക്കെ സെൻട്രലി സ്പോൺസേഡ് സ്കീം. അപ്പോൾ ഇങ്ങനെയുള്ള സ്കീംസൊക്കെ എവിടെ ഉണ്ട്, ഇവിടെ നമുക്ക് ഓഫർ ചെയ്യപ്പെടുന്നു. ഓർഗനൈസേഷൻ സ്ട്രക്ചർ നമുക്ക് വേണമെങ്കിൽ നോക്കാം. അതിൻ്റെ ബോർഡ് മെമ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ഒബ്ജക്റ്റീവ്സ് നോക്കുകയാണെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും ക്ലിയർ. ഓക്കെ, കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് ഇസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദി ആക്ട് ഓഫ് അല്ലേ 1957 ആക്ട് അനുസരിച്ച് രൂപീകരിക്കപ്പെട്ടാണെന്നൊക്കെ നമ്മൾ നേരത്തെ പറയും ക്ലിയർ. അപ്പോൾ ആ രീതിയിൽ ഇവിടെ ഒബ്ജക്റ്റീവ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്ലിയർ. ഖാദി പ്രൊമോഷൻ ഓഫ് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ്, കോംപ്രഹെൻസീവ് റേഞ്ച് ആൻഡ് സപ്പോർട്ട് ഓഫ് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് എൻ്റർപ്രണേഴ്സ്, മാർക്കറ്റിംഗ് സപ്പോർട്ട്, കോർഡിനേഷൻ അല്ലേ ഓഫ് അറൗണ്ട് 25,000 യൂണിറ്റ്സ് ഇപ്പോൾ ഏകദേശം കേരളത്തിലുണ്ട് ക്ലിയർ. അപ്പോൾ അത്രയും യൂണിറ്റുകളുടെ കോർഡിനേഷൻ ചെയ്യുക. പ്രൊവൈഡിങ് ട്രെയിനിങ് ടു പൊട്ടൻഷ്യൽ എൻ്റർപ്രണേഴ്സ് ഓക്കെ, formulation of and implementation of focused program ഓക്കെ, പ്രൊവൈഡിങ് ടെക്നിക്കൽ അസിസ്റ്റൻസ്, ഇതൊക്കെയാണ് ഇവരുടെ ലക്ഷ്യങ്ങൾ ഓക്കെ. അപ്പോൾ വെബ്സൈറ്റ് ഒഴിവുള്ള സമയത്ത് സന്ദർശിക്കുക. സോ KVICയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇൻഡസ്ട്രീസിന് നമ്മൾ പ്രധാന നേരത്തെ രണ്ടെണ്ണേ നമ്മൾ പറഞ്ഞുള്ളൂ. പക്ഷേ നമ്മൾ ഇംപ്ലിമെൻറ്റേഷൻ്റെ ഇതിനനുസരിച്ച് നോക്കുകയാണെങ്കിൽ 3 നമുക്ക് പറയാൻ പറ്റും കേട്ടോ. ഖാദി ഇൻഡസ്ട്രീസ് ഉണ്ട്, അത് KVIC തന്നെയാണ് അതിനെ സെൻട്രലി നോക്കുന്നത് ക്ലിയർ. വില്ലേജ് ഇൻഡസ്ട്രീസ് ഉണ്ട്, അതുപോലെ തന്നെ കൊയർ ഇൻഡസ്ട്രീസ് ഉണ്ട്. കേരളത്തിൻ്റെ സ്പെസിഫിക് ആയിട്ടൊക്കെ വരുമ്പോൾ കൊയർ ഇൻഡസ്ട്രി ക്ലിയർ. അപ്പോൾ ഇങ്ങനെ 3 തരത്തിലുള്ള, ഇത് കൊയർ ബോർഡാണ് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ KVICയുടെ പല സ്കീമുകളുടെ ഭാഗമായിട്ട് നൽകപ്പെടുന്ന ചില പ്രോജക്റ്റ് ഇൻ്റർവെൻഷൻസ് അവർ ചെയ്യുന്നുണ്ട്. സോഫ്റ്റ് ഇൻ്റർവെൻഷനും ഹാർഡ് ഇൻ്റർവെൻഷൻസ് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ സോഫ്റ്റ് ഇൻ്റർവെൻഷൻസ് നോക്കുകയാണെങ്കിൽ ജനറൽ അവയർനെസ്, കൗൺസിലിംഗ്, മോട്ടിവേഷൻ ആൻഡ് ട്രസ്റ്റ് ബിൽഡിംഗ് ഇതൊക്കെ ചെയ്യുന്നു. സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ് ചെയ്യുന്നു. ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റി ചെയ്യുന്നു. എക്സ്പോഷർ വിസിറ്റും അതുപോലെ തന്നെ മോട്ടിവേഷൻ വിസിറ്റും ഫീൽഡ് വിസിറ്റുകളൊക്കെ സംഘടിപ്പിക്കുന്നു. മാർക്കറ്റ് പ്രൊമോഷൻ ഇനിഷ്യേറ്റീവ് ചെയ്യുന്നു. ഡിസൈൻ ആൻഡ് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് ക്ലിയർ. പാർട്ടിസിപ്പേഷൻ ഇൻ സെമിനാർ, വർക്ക്ഷോപ്പ്, ട്രെയിനിങ് പ്രോഗ്രാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക, അതൊക്കെ സോഫ്റ്റ് ഇൻ്റർവെൻഷൻ. അതുപോലെ ഹാർഡ് ഇൻ്റർവെൻഷൻ്റെ ഭാഗമായി മൾട്ടിപ്പിൾ ഫെസിലിറ്റീസ് ഫോർ മൾട്ടിപ്പിൾ പ്രോഡക്ട്സ് ക്ലിയർ, പാക്കേജിങ് വേറെവർ ക്ലിയർ നീഡഡ്. അപ്പോൾ അത്തരത്തിൽ മൾട്ടിപ്പിൾ ഫെസിലിറ്റീസ് ക്ലിയർ ഡെവലപ്പ് ചെയ്യുക, കോമൺ ഫെസിലിറ്റീസ് സെൻറ്റേഴ്സ് ഡെവലപ്പ് ചെയ്യുക, റോ മെറ്റീരിയൽ ബാങ്ക് ക്രിയേറ്റ് ചെയ്യുക, അപ്ഗ്രഡേഷൻ ഓഫ് പ്രൊഡക്ഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുക, ടൂൾസ് ആൻഡ് ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻ ഉണ്ടാക്കിയെടുക്കുക ഓക്കെ, ടൂൾ കിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓക്കെ. അതുപോലെ തന്നെ
ചർക്ക അപ്ഗ്രഡേഷൻ. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് സോളാർ ചർക്ക എന്നൊക്കെ പറയുന്നത്. ക്ലിയർ. നേരത്തെ സാധാരണ രീതിയിൽ ഹാൻഡിൽ നമ്മൾ കൈ കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ മാനുവലി പ്രവർത്തിക്കേണ്ട ഒരു ചർക്കയിൽ നിന്ന് മാറി ക്ലിയർ അത് ഓട്ടോമേറ്റഡ് ആക്കി മാറ്റുന്നതിന് വേണ്ടി ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാൻ തന്നെ പറ്റും. ക്ലിയർ. വില്ലേജ് ഏരിയയിൽ റൂറൽ ഏരിയയിൽ ചിലപ്പോൾ ഇല്ലെങ്കിൽ പോലും സോളാർ പവർ ഉപയോഗിച്ചത് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ചർക്കകൾ. ക്ലിയർ. ദെൻ വെയർ ഹൗസിങ് ഫെസിലിറ്റി. ഓക്കെ. പ്രോഡക്റ്റുകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ട്രെയിനിങ് സെൻറ്റേഴ്സ്, വാല്യൂ അഡീഷൻ, ഇങ്ങനെയുള്ള പ്രോഗ്രാംസും അവർക്ക് ഇനീഷ്യേറ്റീവ്സിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. സോ തീമാറ്റിക് ഇൻ്റർവെൻഷൻസ്. ക്ലിയർ. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞതിന് പുറമെ ക്ലിയർ അവർ KVICയുടെ ഓസ്പീഷ്യസ് നൽകുന്ന പ്രോഗ്രാമുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്ലിയർ തീമാറ്റിക്കലായിട്ടുള്ള കുറച്ച് ഇൻ്റർവെൻഷൻ നോക്കുകയാണെങ്കിൽ ക്ലിയർ തീം ബേസ്ഡ് ആയിട്ടുള്ള ഇൻ്റർവെൻഷൻ. ഒന്ന് ബ്രാൻഡ് ബിൽഡിംഗ് ആൻഡ് പ്രൊമോഷണൽ ക്യാമ്പയിൻ ചെയ്തു കൊടുക്കുന്നു. ക്ലിയർ. ന്യൂ മാർക്കറ്റിംഗ് ഡെവലപ്പ്, മീഡിയ മാർക്കറ്റിംഗ്. ന്യൂ മീഡിയ മാർക്കറ്റിംഗ് മീൻസ് വാട്ട്? ഇലക്ട്രോണിക് മീഡിയ, മൊബൈൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മൊബൈൽ പ്ലാറ്റ്ഫോംസ്. ക്ലിയർ. ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഡെവലപ്പ് ചെയ്യുക, അങ്ങനെയുള്ളത്. അതുപോലെ കൊമേഴ്സ് ഇനീഷ്യേറ്റീവ്സ് ചെയ്യുന്നു, ഇന്നോവേഷൻസ് ഉണ്ടാക്കിയെടുക്കുന്നു, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റീവ് ചെയ്യുന്നു, ഡെവലപ്പിംഗ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ലിങ്കേജ് വിത്ത് എക്സിസ്റ്റിംഗ് ആൻഡ് പ്രോസസ്ഡ് ക്ലസ്റ്റേഴ്സ്. ക്ലിയർ. അപ്പോൾ അത് ചെയ്തെടുക്കുന്നു. ഇതൊക്കെ തീമാറ്റിക്കൽ ഇൻ്റർവെൻഷൻ ആയിട്ട് പറയാം. ഇപ്പോൾ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ്റെ പ്രോഗ്രാമുകളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ക്ലിയർ ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി, ക്ലിയർ സ്കീം സ്റ്റിയറിംഗ് കമ്മിറ്റി എന്ന് പറയും. ഓരോ സ്കീമും മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയുണ്ട്. ക്ലിയർ. അതിൽ തന്നെ കുറേയധികം കമ്മിറ്റീസ് വരുന്നുണ്ട്. ക്ലിയർ. ഒന്ന് നോഡൽ ഏജൻസീസ് എന്ന് പറയുന്ന നോഡൽ ഏജൻസീസ് ഉണ്ട്. ക്ലിയർ. അതുപോലെ തന്നെ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസീസ് എന്ന് പറഞ്ഞാൽ IAS ഉണ്ട്. ക്ലിയർ. അതുപോലെ ടെക്നിക്കൽ ഏജൻസീസ്, ടെക്നിക്കൽ കാര്യങ്ങൾ നോക്കുന്നതിനുണ്ട്. ഇങ്ങനെ കുറേയധികം ഏജൻസികൾ ഇതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നു. ക്ലിയർ. ഇവരുടെ എല്ലാം പ്രവർത്തനത്തിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണ്? എല്ലാ ഫെസിലിറ്റേഷനും ക്ലിയർ ഇത്തരത്തിലുള്ള യൂണിറ്റുകൾക്ക് നൽകുക എന്നുള്ളതാണ്. ഓക്കെ. ആ സ്കീം കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അല്ലേ, അതാത് സ്കീമിൻ്റെ ബെനിഫിറ്റ്സ് അതാത് ബെനിഫിഷ്യറിയിൽ തന്നെ ക്ലിയർ എത്തിപ്പെടുക അല്ലെങ്കിൽ അതിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരം ഒരു മെക്കാനിസം ഒക്കെ ഉള്ളത്. ഇനി ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസിൻ്റെ ഭാഗമായിട്ടുള്ള ക്ലസ്റ്ററിങ് ഉണ്ടെങ്കിൽ അല്ലെ, ഇൻഡസ്ട്രിയൽ ക്ലസ്റ്റേഴ്സ് നമ്മൾ നേരത്തെ നോക്കി. അപ്പോൾ അതേപോലെ അത് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസിൻ്റെ ഭാഗമായിട്ട് വരികയാണെങ്കിൽ ക്ലിയർ അവിടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ലിമിറ്റിന് ചെറിയ വ്യത്യാസമുണ്ട്. ക്ലിയർ. നമുക്ക് അസിസ്റ്റൻസ് കിട്ടണമെങ്കിൽ ക്ലസ്റ്റർ ക്ലിയർ റെഗുലർ ക്ലസ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ ഏകദേശം അപ് ടു 500 ആർട്ടിസാൻസ് വരെ 500 ആൾക്കാർ വരെ പണി ചെയ്യുന്ന ഒരു ക്ലസ്റ്ററായിട്ട് മാറുകയാണെങ്കിൽ 2.5 crore വരെയാണ് അതിൻ്റെ ലിമിറ്റ് സബ്സിഡീസും അസിസ്റ്റൻസും കിട്ടാൻ വേണ്ടി. അതുപോലെ തന്നെ മേജർ ക്ലസ്റ്റേഴ്സ് ആയിട്ട് മാറുകയാണെങ്കിൽ മോർ ദാൻ 500 ആർട്ടിസൻസ് അതിൽ വരികയാണെങ്കിൽ ക്ലിയർ അവിടെ 5 കോടി രൂപ വരെ നിക്ഷേപമാവാം. ക്ലിയർ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റ് വെച്ചിട്ടാണ് ക്ലസ്റ്ററിങ്ങൾക്ക് ക്ലിയർ ഇൻഡസ്ട്രിയൽ ക്ലസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇതിനുള്ള ഇങ്ങനെ വലിയ യൂണിറ്റുകൾക്ക് അല്ലെ ഒരു കോമൺ ഫെസിലിറ്റി സർവീസ് സെൻറ്റേഴ്സോ അല്ലെങ്കിൽ കോമൺ സർവീസ് സെൻറ്റേഴ്സോ ക്ലിയർ കോമൺ ഫെസിലിറ്റി ഡെവലപ്മെൻറ്റിനൊക്കെ വേണ്ടി അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള മാനദണ്ഡം. സോ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അല്ലേ, ഇതൊരു സ്കീമുമായി ബന്ധപ്പെട്ടുള്ള സ്കീമിൻ്റെ ഗൈഡ് ലൈൻസിലുള്ള അനക്സർ 1 ആണ്. ക്ലിയർ. അപ്പോൾ അതിൽ ഖാദി ഇൻഡസ്ട്രീസിൻ്റെ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ. എന്താണ് ഒരു ഖാദി ഇൻഡസ്ട്രി? KA എന്ന് പറഞ്ഞു. ക്ലിയർ. സോ ഖാദി മീൻസ് എനി ക്ലോത്ത് വൂവൺ ഓൺ ഹാൻഡ്ലൂംസ് ഇൻ ഇന്ത്യ ഫ്രം കോട്ടൺ, സിൽക്ക് or woolen yarn, hand spun clear in India or from a mixture of any of two or all of such yarns. Clear. ഇതിൻ്റെ കോമ്പിനേഷനോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഓരോരോ ക്ലിയർ കോട്ടൺ മാത്രമായിട്ടോ സിൽക്ക് മാത്രമായിട്ടോ വൂളൻ മാത്രമായിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഏതെങ്കിലും കോമ്പിനേഷനായിട്ടോ ക്ലിയർ ഹാൻഡ് സ്പണ്ണായിട്ടോ വരുന്ന ക്ലിയർ കേസസിൽ ഇന്ത്യയിലുള്ള യൂണിറ്റുകളെ നമ്മൾ ഖാദി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നു. ഖാദി ഇൻഡസ്ട്രീസ് കംപ്രൈസസ് ഓഫ് മാനുഫാക്ചറിങ് യൂണിറ്റ്സ് for hand spun and hand woven cotton, woolen and muslin and silk varieties. ഓക്കെ. ഇത് നമുക്ക് ഡെഫിനിഷൻ ആയിട്ടൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. ഓക്കെ. സോ ഖാദി ഇൻഡസ്ട്രീസ് കംപ്രൈസസ് ഓഫ് മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഇൻ ഇന്ത്യ ക്ലിയർ which are hand spun clear and hand woven clear cotton, woolen, muslin അതുപോലെ തന്നെ സിൽക്ക് ഇത്തരത്തിലുള്ള യാണുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന അല്ലേ യൂണിറ്റുകളാണ് അല്ലേ ക്ലോത്ത് മേക്കിംഗ് യൂണിറ്റുകളാണ് എന്ത് പറയണത് ഖാദി യൂണിറ്റ്സ്, ഖാദി ഇൻഡസ്ട്രീസ്. വില്ലേജ് ഇൻഡസ്ട്രീസിൻ്റെ ഡെഫിനേഷനാണ് ഇവിടെ കുറച്ച് ക്ലിയർ. നേരത്തെ പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നു. ക്ലിയർ. അതിൻ്റെ ഡെഫിനേഷൻ നമുക്ക് റൂറൽ ഏരിയയിൽ പ്രവർത്തിക്കണം അല്ലേ. അതിൻ്റെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്? ഫിക്സഡ് ക്യാപിറ്റൽ അത് പെർ ക്യാപിറ്റ ഫിക്സഡ് ക്യാപിറ്റലാണ്. അപ്പോൾ ഓരോ വ്യക്തികൾക്കും അല്ലേ റൂറൽ മറ്റുള്ള നോർമൽ പ്രദേശമാണെങ്കിൽ 1 lakh per person, ഹില്ലി ഏരിയ ആണെങ്കിൽ 1.5 lakh per person. അപ്പോൾ അതാണ് അതിൻ്റെ
ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റ്. ഇനി ഇതിൽ വരുന്ന ഇൻഡസ്ട്രീസിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു അല്ലേ. വില്ലേജ് ഇൻഡസ്ട്രീസ് ആണെങ്കിൽ എന്തൊക്കെയാണ് വരിക? മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രിയിൽ ഇതൊക്കെ വരാം. കോട്ടേജ് അല്ലേ, പോട്ടറി ഇൻഡസ്ട്രി അല്ലേ, ചെറിയ കലങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പോട്ടറി ഇൻഡസ്ട്രി. ലൈം ഇൻഡസ്ട്രി, ചുണ്ണാമ്പ് കല്ല് അല്ലേ, അത് പൊടിക്കുക അല്ലെങ്കിൽ ഇത്തിൽ ചുണ്ണാമ്പ് അല്ലെങ്കിൽ കല്ല് ഇങ്ങനെ ചുണ്ണാമ്പ്. അപ്പോൾ ആ രീതിയിൽ വരുന്ന കുറച്ച് ഓക്യുപ്പേഷനാണ് അതിൽ വരുന്നത്. ക്ലിയർ. ഫോറസ്റ്റ് ബേസ്ഡ് ഇൻഡസ്ട്രി ഉണ്ട്, മെഡിസിനൽ പ്ലാന്റ് ഇൻഡസ്ട്രീസ്, ബീ കീപ്പിംഗ്. ക്ലിയർ. അതൊക്കെ ആദിവാസി ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള 2 ഇൻഡസ്ട്രീസാണ് ഇവിടെ വരുന്നത്. ക്ലിയർ. അതുപോലെ തന്നെ മൈനർ ഫോറസ്റ്റ് ബേസ്ഡ് ഇൻഡസ്ട്രീസ്, ഇങ്ങനെയാണ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരിക. അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രി വരുമ്പോൾ പൾസസ്, സീരിയൽസ്. ക്ലിയേഴ്സ്. അപ്പോൾ ആ രീതിയിൽ ധാന്യങ്ങളും അല്ലേ, പയറുവർഗ്ഗങ്ങളും അവരുടെയൊക്കെ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ഇൻഡസ്ട്രീസ്. ക്ലിയർ. ഗൗർ ആൻഡ് കണ്ടിസാരി ഇൻഡസ്ട്രീസ്, ദെൻ പാംഗർ ഇൻഡസ്ട്രീസ്, ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ്, വില്ലേജ് ഓയിൽ ഇൻഡസ്ട്രീസ്. ഇങ്ങനെ കുറേയധികം ഇൻഡസ്ട്രിയൽ അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ബേസ്ഡ് ആയിട്ട് വരുന്നത്. ക്ലിയർ. പോളിമർ ആൻഡ് കെമിക്കൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ഉണ്ട്. ക്ലിയർ. അത് കോട്ടേജ് ലെതർ ഇൻഡസ്ട്രീസ് ഉണ്ട്. ക്ലിയർ അല്ലേ. അങ്ങനെ കുറേ കമ്മ്യൂണിറ്റീസൊക്കെ ലെതർ പ്രോഡക്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ള കമ്മ്യൂണിറ്റിയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് കോട്ടേജ് ലെതർ ഇൻഡസ്ട്രീസ് ഒക്കെ വരുന്നത്. ക്ലിയർ. സോ നോൺ എഡിബിൾ ഓയിൽ, സോപ്പ് ഇൻഡസ്ട്രി. ഓക്കെ. അതുപോലെ കോട്ടേജ്. ക്ലിയർ. മാച്ച് ഇൻഡസ്ട്രി അല്ലേ, തീപ്പെട്ടികളും അങ്ങനെയുള്ളതൊക്കെ നിർമ്മിക്കുന്ന ചെറിയ ചെറിയ യൂണിറ്റുകൾ. ക്ലിയർ. പ്ലാസ്റ്റിക് ഇൻഡസ്ട്രി. ഓക്കെ. ഇതൊക്കെ ഇതിൻ്റെ കീഴിൽ വരുന്നു. ദെൻ റൂറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ബയോടെക്നോളജി ഇൻഡസ്ട്രി. ഇപ്പോൾ അത് പുതുതായിട്ടൊക്കെ ഉൾപ്പെടുത്തിയുള്ള സെക്ടറാണ്. ക്ലിയർ. റൂറൽ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ബയോടെക്നോളജി. ഓക്കെ. അതോടെ നോൺ കൺവെൻഷണൽ എനർജി. ഓക്കെ. ദെൻ കാർപ്പൻറ്ററി ആൻഡ് ബ്ലാക്ക് സ്മിത്തിങ്. ക്ലിയർ. ദെൻ ഇലക്ട്രോണിക്സ്, ഇങ്ങനെയുള്ള ഏരിയ കൂടെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ ഹാൻഡ് മെയ്ഡ് പേപ്പർ ആൻഡ് ഫൈബർ ഇൻഡസ്ട്രി. അവിടെ ഹാൻഡ് മെയ്ഡ് പേപ്പർ, ഫൈബർ ഇതൊക്കെയാണ് വരിക. ഓക്കെ. സർവീസ് ആൻഡ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി വരുന്നുണ്ട് അവിടെ. അപ്പാരൽ ആൻഡ് അല്ലേ, ഗാർമെൻറ്റിങ്, ദെൻ എംബ്രോയിഡറി വർക്ക് ആൻഡ് സർഫസ് ക്ലിയർ ഓർണമെൻറ്റേഷൻസ്, ഫാബ്രിക് ആൻഡ് യാൺ ഡൈയിങ് സർവീസസ്. ഇങ്ങനെ കുറേയധികം ക്ലാസിഫിക്കേഷനാണ് വില്ലേജ് ഇൻഡസ്ട്രിയിൽ വരിക. കയർ ഇൻഡസ്ട്രിയുടെ സെപ്പറേറ്റ് ഗ്രൂപ്പായിട്ട് വരുന്നതാണ്. ക്ലിയർ. പ്രത്യേകിച്ച് കേരളത്തിലല്ലേ, തമിഴ്നാട്ടിലിപ്പോൾ ഉണ്ട്. ക്ലിയർ. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, ഒറീസ, കേരള ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പ്രധാനമായിട്ടും മഹാരാഷ്ട്ര, വെസ്റ്റ് ബംഗാൾ, ആസാം, ത്രിപുര. ക്ലിയർ. ഇവിടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കയർ പ്രോഡക്ട്സ് കേരളത്തിന് പുറമെ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ. So nearly 80% of the coir workers in the fiber extraction and spinning clear sector are women. ക്ലിയർ. അതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത, മിക്കവാറും ആൾക്കാരും വുമൺ എൻ്റർപ്രണേഴ്സ് ആയി അല്ലെങ്കിൽ വുമൺ ആയിട്ടുള്ള വർക്കേഴ്സ് ആയിരിക്കും. ക്ലിയർ. അപ്പോൾ അതിങ്ങനെയുള്ള കുറേ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് കാറ്റഗറി ആയിട്ട് നിശ്ചയിച്ചത്. ഇതെല്ലാം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതും ഇതിൻ്റെ നോഡൽ ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുന്നതൊക്കെ കയർ ബോർഡാണ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് തന്നെ അതിനുവേണ്ടി ഒരു സെപ്പറേറ്റ് ബോർഡ് രൂപീകരിച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ അവരുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ് അവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് അതിന് കൂടുതലായിട്ട് പോകുന്നില്ല. ഓക്കെ. സോ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ വെബ്സൈറ്റിലൂടെ നോക്കി മനസ്സിലാക്കുക കേട്ടോ. നിങ്ങളുടെ എക്സ്ട്രാ ഇൻഫർമേഷൻ വേണ്ടിയിട്ടാണ് ഇത്രയും അഡീഷണൽ ഇൻഫർമേഷനും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. സോ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ഒരു പക്ഷേ റോൾ ആൻഡ് ഫങ്ഷൻസ് എഴുതാനോ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ് എഴുതാനോ അങ്ങനെയൊക്കെ ആയിരിക്കും വരിക. അല്ലെങ്കിൽ KVICയെ കുറിച്ച് ഒരു ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കാനോ അങ്ങനെയൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യാം, നമുക്ക് ലിമിറ്റ് ചെയ്തിട്ട് എഴുതാൻ പറ്റും.